السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد صلى الله عليه وعلى آله وصحبه أجمعين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة، ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر، وليشهد عذابهما طائفة من المؤمنين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്തുന്നൂർ എന്ന പുതിയ ഒരധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി പ്രവേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അത് പഠിക്കുകയും ചെയ്യുന്ന മഹത്തായ ഏറ്റവും വലിയ ആ സൽക്കർമ്മം ഇഖ്ലാസോടുകൂടി നിർവഹിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ അധ്യായം ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ ഇത് ധാരാളം ആയത്തുകൾ, 64ഓളം ആയത്തുകൾ ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വിധിവിലക്കുകളും നിയമങ്ങളുമെല്ലാം അടങ്ങിയിട്ടുള്ള സുപ്രധാനമായ ഒരധ്യായമാണിത് എന്നുള്ളതിനാൽ വളരെ വിശദമായ നിലക്കുള്ള പല കാര്യങ്ങളും നമുക്ക് പറയേണ്ടതും പഠിക്കേണ്ടതും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് തുടങ്ങി ഇതെപ്പോഴാണ് നമുക്ക് അവസാനിപ്പിക്കുവാൻ കഴിയുക, ആരൊക്കെയാണ് ആ ഒരു സന്ദർഭത്തിൽ ഉണ്ടാവുക, ഇതൊന്നും നമുക്കറിയില്ല. സർവശക്തനായ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് കഴിവിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിന്ന് ഇത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ വിവരിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു കാര്യങ്ങൾ എളുപ്പമാക്കി തരട്ടെ. വിശുദ്ധ ഖുർആനിലെ 18ാമത്തെ ജുസ്ഇലുള്ളതാണ് സൂറത്തുന്നൂർ എന്ന് പറയുന്ന ഈ അധ്യായം. 64 ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഈ സൂറത്തുകളുടെ ക്രമപ്രകാരത്തിൽ 24ാമത്തെ അധ്യായമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് തന്നെ ഏറ്റവും കൂടുതൽ വളരെ വിശദമായി തന്നെ പ്രകാശമാണ് എന്ന് വിശദീകരിച്ചിട്ടുള്ള ഒരായത്ത് ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 35-ാമത്തെ ആയത്ത് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർളി മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് എന്നിങ്ങനെ തുടങ്ങി നൂറുൻ അലാ നൂർ യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ വിവരിച്ചു പോകുന്ന ഒരു മഹത്തായ സൂക്തം ഇതിലുണ്ട്. ആ ഒരു അധ്യായത്തിൽ അടങ്ങിയിട്ടുള്ള പരാമർശമായ നൂറ്, ആ നൂർ എന്ന പേര് തന്നെയാണ് ഈ അധ്യായത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൻ നൂർ, പ്രകാശം, പ്രകാശം, വെളിച്ചം എന്നുള്ളതിനൊക്കെ നമ്മൾ പ്രയോഗിക്കുന്ന പദമാണ് നൂർ. മദീനയിലാണിത് അവതരിച്ചിട്ടുള്ളത്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ മക്കി സൂറകളും മദനി സൂറകളും, ഹിജറക്ക് മുമ്പ് അവതീർണമായവ മക്കി സൂറത്തുകളെന്നും ഹിജറക്ക് ശേഷം അവതീർണമായവ മദനി സൂറത്തുകളെന്നുമാണല്ലോ അറിയപ്പെടുന്നത്. ഒറ്റയടിക്ക് മുഴുവനായി 64 ആയത്തുകളും അവതരിച്ചതായിരുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടമായ 10 വർഷത്തിനിടക്ക് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ പല ഘട്ടങ്ങളിലായി പല വർഷങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് ഈ അധ്യായത്തിൻ്റെ അവതരണം പൂർണ്ണമായിട്ടുള്ളത്. പല സന്ദർഭങ്ങളിൽ പല ഘട്ടങ്ങളിലാണ് ഈ അധ്യായത്തിലെ വിധിവിലക്കുകളും നിയമങ്ങളുമൊക്കെ അവതരിച്ച് പിന്നീടാണ് അവയെല്ലാം കൂടി ഈ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ടിൻ്റെ കീഴിൽ അഥവാ സൂറത്തുൻ നൂർ എന്ന പേരിൽ അതിൻ്റെ ക്രമം നൽകിക്കൊണ്ട് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. ധാരാളം വിധിവിലക്കുകൾ, ഒരുപാട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വിശദമായ കാര്യങ്ങൾ മനുഷ്യന്റെ സാംസ്കാരികമായ മേഖലയിലും കുടുംബജീവിതത്തിലും വ്യക്തിവിശുദ്ധിയിലും പാലിക്കേണ്ടുന്ന കുറേ മര്യാദകൾ, ആദാബുകൾ വളരെ വിശദമായി വിവരിക്കപ്പെട്ട അധ്യായമാണിത്. വിശ്വാസികൾ പാലിക്കേണ്ടുന്ന കുറേ കടമകൾ പറഞ്ഞിട്ടുള്ള അധ്യായമാണിത്. വേറെയും ഒരുപാട് സുപ്രസിദ്ധമായ ചരിത്ര സംഭവങ്ങളെ കുറിച്ച് വിവരിച്ചു തരുന്ന അധ്യായമാണിത്. അതാതിൻ്റെ സന്ദർഭങ്ങളിൽ എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വിവരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഒരു അധ്യായത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു സൂറത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സൂറത്തിന്റെ തുടക്കത്തിലെ 1-ാമത്തെ വചനം തന്നെ സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്. എന്താണ് സൂറത്തുൻ എന്ന് പറഞ്ഞാൽ? അധ്യായം. ഈ അധ്യായം, ഈ സൂറത്ത് അൻസൽനാഹ, നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതൊരു പ്രധാന അധ്യായമാണ്. അതാണ് തുടക്കത്തിൽ തന്നെ സൂറത്തുൻ, ഒരു സുപ്രധാന അധ്യായമാണിത്. അതാണ് തുടക്കത്തിൽ തന്നെയുള്ള പ്രയോഗം സൂചിപ്പിക്കുന്നത്. സൂറത്തുൻ, ഇതൊരു സുപ്രധാനമായ അധ്യായമാകുന്നു. അൻസൽനാഹ, നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. വഫറദ്നാഹ, നാം അത് നിയമമാക്കുകയും ചെയ്തിരിക്കുന്നു. ഫറദ്നാഹ, നാം അത് നിയമമാക്കുകയും ചെയ്തിരിക്കുന്നു. വഅൻസൽനാ ഫീഹാ, അതിൽ നാം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു.
ആയാതിൻ ബയ്യിനാത്തിൻ, സുവ്യക്തമായ സൂക്തങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മിക്കുവാൻ വേണ്ടി, നിങ്ങൾ ഉറ്റാലോചിക്കുവാനും ചിന്തിക്കുവാനുമെല്ലാം വേണ്ടി. ഇതാണ് ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു അധ്യായത്തിൻ്റെ പ്രാധാന്യം വായിച്ചെടുക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ ഇതൊരു പ്രത്യേകമായ അധ്യായമാണ്, സുപ്രധാന അധ്യായമാണ് എന്ന നിലക്ക് ഒരു സൂറത്തിനെ കുറിച്ചും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. മാത്രമല്ല, നമ്മൾ ചിന്തിക്കണം, സൂറത്തുൻ അൻസൽനാഹ, ഇതിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. വീണ്ടും വ അൻസൽനാ ഫീഹാ, അതിൽ നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഒരൊറ്റ ആയത്തിൽ തന്നെ 2 തവണ അൻസൽന, നാം അവതരിപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെ പ്രയോഗം. ഇതിലെ വിഷയത്തിൻ്റെ പ്രാധാന്യമാണ് അത് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഇതടക്കമുള്ള 114 അധ്യായങ്ങളും അള്ളാഹു തന്നെയാണല്ലോ അവതരിപ്പിച്ചത്. പിന്നെ എന്താണ് ഈ ഒരു സൂറത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം? മറ്റു സൂറത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ അടങ്ങിയിട്ടുള്ള വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ഒരുപാട് സുപ്രധാനമായ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. അതൊക്കെ ഈ ഒരു സൂറത്തുൻ അൻസൽനാഹ എന്ന പ്രയോഗത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. വഫറദ്നാഹ എന്ന് പ്രത്യേകം വീണ്ടും പറഞ്ഞു. ഇതിലെ മതവിധികളെയൊക്കെ നാം ഖണ്ഡിതമായി വിധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ സൂറത്തുൻ അൻസൽനാഹ എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത്, ഫീഹി തൻബീഹുൻ അലൽ ഇഅ്തിനാഇ ബിഹാ, ഇതിനെക്കുറിച്ച്, ഈ അധ്യായത്തെക്കുറിച്ച് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ്, ഒരു കൃത്യമായ നിലക്കുള്ള ഉണർത്തലും ഓർമ്മപ്പെടുത്തലുമാണ് ആ പ്രയോഗം എന്നാണ് അദ്ദേഹം തഫ്സീർ നൽകിയത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, വളരെ ശ്രദ്ധിക്കണേ. ഫീഹി തൻബീഹുൻ അലൽ ഇഅ്തിനാഇ ബിഹാ, നാം മറ്റുള്ള കാര്യങ്ങളെയൊക്കെ, മറ്റ് സൂറത്തുകളൊന്നും മോശമാണ് എന്ന നിലക്കല്ല, ഓരോന്നിനും ഓരോ ഇതിൽ നിറഞ്ഞു കിടക്കുകയാണ് വിധിവിലക്കുകൾ. നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. വഫറദ്നാഹ എന്ന ആയത്ത് അത് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഖാല മുജാഹിദ് വ ഖത്താദ, ഇമാം മുജാഹിദും ഇമാം ഖത്താദയും റഹിമഹുമല്ലാഹ് അവര് പറഞ്ഞു, ഐ വഫറദ്നാഹ എന്ന് പറഞ്ഞില്ലേ, നാം അതിൽ നിയമമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഐ അതായത് ബയ്യന്നൽ ഹലാല വൽ ഹറാമ വൽ അംറ വൻ നഹിയ വൽ ഹുദൂദ, അതിൽ നാം വിവരിച്ചിരിക്കുന്നു ഹലാലുകൾ ഏതൊക്കെ, ഹറാമുകൾ ഏതൊക്കെ, കൽപ്പനകൾ, അതുപോലെ തന്നെ വിരോധങ്ങൾ, ഇസ്ലാമിലെ പല കാര്യങ്ങൾക്കുമുള്ള ഹുദൂദുകൾ, ശിക്ഷാവിധികൾ, അതൊക്കെ ഇതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഫറദ്നാഹ എന്നുള്ളയിടത്ത് ഫറദ്നാ അലൈക്കും വഅലാ മൻ ബഅദക്കും, നിങ്ങൾക്കും നിയമമാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ശേഷം വരുന്നവർക്കും നിയമമാക്കിയിട്ടുള്ളതാണിത്. വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ, അതിൽ നാം അവതരിപ്പിച്ചിരിക്കുന്നു ആയാത്തിൻ ബയ്യിനാത്തിൻ, സുവ്യക്തമായ, അതായത് മുഫസ്സിറാത്തിൻ വാളിഹാത്തിൻ, വളരെ വിശദമായ നിലക്കും സുവ്യക്തമായ നിലക്കും ഇതിൽ നാം നിയമങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ചിന്തിക്കുക, എന്തിനാ ഇതൊക്കെ അല്ലാഹു ചെയ്തത്? ലഅല്ലക്കും തദക്കറൂൻ, ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കുവാൻ വേണ്ടി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നമ്മളിവിടെ ചിന്തിക്കുക, വിശുദ്ധ ഖുർആൻ ആയത്തുകൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി
എങ്ങനെയാണ് തദക്കുർ ഉണ്ടാവുക? വിശുദ്ധ ഖുർആൻ നമ്മളെപ്പോഴും പറയുന്നതും സാധാരണയായി നമ്മളൊക്കെ മനസ്സിലാക്കിയതുമായൊരു കാര്യമുണ്ട്. എന്നാൽ അധിക പേരും അത് അറിയായ്മയുടെ വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും അറിയാം, ഈ ഗ്രന്ഥം കേവലം അക്ഷരപാരായണത്തിലൂടെ പുണ്യം നേടാൻ വേണ്ടി മാത്രം അവതീർണമായ ഒരു ഗ്രന്ഥമല്ല എന്ന്. അതെല്ലാവർക്കും അറിയാം. ഈ വേദഗ്രന്ഥം ഇറങ്ങിയിട്ടുള്ളത് എന്തിനാണ്? അതിൻ്റെ അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി പഠിക്കുവാനും മനസ്സിലാക്കുവാനുമാണ്. അതിനുവേണ്ടിയാണ് ഇത് അവതീർണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ പദവി ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ആ ഉന്നതമായ പദവി എനിക്കും നിങ്ങൾക്കും കരസ്ഥമാകണമെങ്കിൽ ആത്മാർത്ഥമായി ഈ കിതാബുമായി നമ്മൾ ഇടപെട്ടേ പറ്റൂ. എല്ലാ അധ്യായങ്ങളും പലപ്പോഴും നമ്മൾ കുറേ പഠിക്കുന്നു, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേയില്ല. അതുകൊണ്ട് കാര്യമായില്ല. ഇതൊന്നും കാര്യമാത്ര പ്രസക്തമായി നമ്മൾ കാണണം. എഴുതേണ്ടവ എഴുതണം, രേഖപ്പെടുത്തി വെക്കേണ്ടവ രേഖപ്പെടുത്തി വെക്കണം, ഓർമ്മിക്കേണ്ടവ ഓർമ്മിക്കണം, മനഃപ്പാഠമാക്കേണ്ടവ മനഃപ്പാഠമാക്കുക തന്നെ വേണം. വിശുദ്ധ ഖുർആൻ ഒരക്ഷരം പാരായണം ചെയ്താൽ 10 പുണ്യമുണ്ട് എന്നുള്ളത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, ഇനി അർത്ഥം അറിഞ്ഞില്ലെങ്കിലും. പക്ഷേ അതിനുവേണ്ടി മാത്രമല്ലല്ലോ ഈ ഗ്രന്ഥം അവതീർണമായിട്ടുള്ളത്. ഇതിൽ യദ്ദബ്ബറു ആയാതിഹി, ഇതിലെ ആയത്തുകൾ അവർ ഉറ്റാലോചിക്കുവാനാണ്, ചിന്തിക്കുവാനാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, ഇത് നാം എളുപ്പമാക്കിയിരിക്കുന്നു ഓർക്കാനും ചിന്തിക്കാനുമൊക്കെ. പക്ഷേ ഇതുകൊണ്ട് ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ആരെങ്കിലും ഉണ്ടോ? അതിന് തയ്യാറുള്ളവരുണ്ടോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യം. എന്താണ് ഈ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്? ഹൃദയങ്ങൾക്കൊക്കെ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ എന്ന ഖുർആൻ 2 സ്ഥലത്തുള്ള ചോദ്യം. നമ്മൾ ധാരാളം തവണ ഇതൊക്കെ കേട്ടവരാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കേട്ട് തഴമ്പിച്ചുവെങ്കിലും പ്രവൃത്തിപദത്തിൽ നമുക്ക് ഈ തദബ്ബുറും തദക്കുറും ഒക്കെ നമുക്കുണ്ടോ? വിശുദ്ധ വേദഗ്രന്ഥത്തോട് നമുക്ക് പ്രധാനപ്പെട്ട 5 കടമകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, തെറ്റുകൂടാതെയുള്ള ഇതിൻ്റെ പാരായണമാണ്, തിലാവത്ത്. രണ്ടാമത്, അതിൽ നിന്ന് കഴിയുന്നത്ര ഹിഫ്ള് ചെയ്യലാണ്, മനഃപ്പാഠമാക്കലാണ്. മൂന്നാമത്തേത്, അതിൻ്റെ അർത്ഥവും ആശയവും ശരിയായി ഗ്രഹിക്കലാണ്, തഫഹുമ്, നന്നായി ഗ്രഹിക്കുക, ഫഹ്മ് വേണം. നാലാമതായി അതിനെക്കുറിച്ചുള്ള തദബ്ബുർ വേണം, ചിന്ത വേണം, ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഇതിനെല്ലാം പുറമെ 5-മതായി ഇത് നമ്മുടെ ജീവിതത്തിൽ വേണം, അമലിൽ വേണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന എത്രയോ ആളുകൾ ലോകത്തുണ്ട്. മനോഹരമായി പാരായണം ചെയ്യുന്നവരുണ്ട്. അവരുടെ പാരായണം നമ്മുടെ പാരായണവുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ പാരായണമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മുൻകൂട്ടി തന്നെ പ്രവചിച്ചു, ഖവാരിജ് എന്ന് പറയുന്ന ഒരു പിഴച്ച കക്ഷിയെ സംബന്ധിച്ച്. ആ പിഴച്ച കക്ഷിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് മുന്നറിയിപ്പ് നൽകിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞ കാര്യം എന്തായിരുന്നു? ലൈസ ഖിറാഅതുകും ഇലാ ഖിറാഅതിഹിം ബിശൈഇൻ, നിങ്ങളുടെ പാരായണം അവരുടെ പാരായണവുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല, അത്രത്തോളം അവർ പാരായണം ചെയ്യുന്നുണ്ട് മനോഹരമായി. തുടർന്നുകൊണ്ട് ശേഷം നബി തങ്ങൾ പറയുന്നുണ്ട്, വയഖറഊനൽ ഖുർആന, ആ കക്ഷികൾ ഖുർആൻ ഓതുന്നവരാണ്. ഖുർആൻ പാരായണം ചെയ്യാത്തവരല്ല, പാരായണം ചെയ്യുന്നവരാണ്. പക്ഷേ പ്രയോജനം എന്താ? ലാ യുജാവിസു ഹനാജിറഹും, അതവരുടെ തൊണ്ടക്കുഴി വിട്ട് താഴോട്ട് ഇറങ്ങുകയില്ല എന്ന്. എന്താ സുഹൃത്തുക്കളെ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം?
അവരുടെ തൊണ്ടയിൽ മാത്രം, അവരുടെ നാവിൽ മാത്രമാണ് ഖുർആൻ ഉള്ളത്. അതിൻ്റെ ആശയങ്ങൾ അവരുടെ ജീവിതത്തിലില്ല. അതവർ കീഴ്പോട്ട് ഇറക്കുന്നില്ല, അവരത് ഉൾക്കൊള്ളാൻ തയ്യാറില്ല. അങ്ങനെയുള്ള പാരായണക്കാരുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ആലോചിക്കുക, ജനിച്ച് പ്രായപൂർത്തിയായ നാൾ തൊട്ട് ഇന്ന് വരെ നമുക്ക് ഈ ഗ്രന്ഥത്തിൽ നിന്ന് എന്തറിയാം? വളരെ ഗൗരവമല്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് സൗകര്യം ഉണ്ടെങ്കിൽ എന്ന നയവും നിലപാടും മാറ്റിയിട്ട് മരണം വരെ ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, ഗൗരവത്തോടെ ഇത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് എനിക്ക് എന്നോടെന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഈ അധ്യായത്തെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പഠിപ്പിക്കുകയും, കാരണം അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ നിയമങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നിങ്ങൾ ഈ സൂറത്തുന്നൂർ പഠിപ്പിക്കണം എന്ന അർത്ഥം വരുന്ന ചില ആസറുകൾ ചില സഹാബിമാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞു എന്ന നിലക്ക് ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതാവട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു നിർദ്ദേശം പറഞ്ഞതായി സ്വഹീഹായ ഒരൊറ്റ ഹദീസുകളിലും ഇല്ല. മറിച്ച് അങ്ങേയറ്റം ദുർബലവും അതുപോലെ തന്നെ വ്യാജ നിർമ്മിതവുമായ മൗളൂഉമൊക്കെയായിട്ടുള്ള ഹദീസുകൾ എന്ന പേരിലുള്ള വാക്കുകളിലാണ് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൽ തന്നെയും അതിൻ്റെ കൂടെ തന്നെ വേറെ ചിലതും കാണാൻ സാധിക്കും. ഇസ്ലാമികമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത നിലക്കുള്ള, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടില്ലല്ലോ. ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ലാ തുഅല്ലിമൂഹുന്നൽ കിതാബത വഅല്ലിമൂഹുന്നൽ മിഗ്സൽ വസൂറത്തുന്നൂർ. നിങ്ങൾ സ്ത്രീകൾക്ക് എഴുത്തു പഠിപ്പിക്കരുത്, സ്ത്രീകൾക്ക് എഴുത്തു പഠിപ്പിക്കരുത്. അവർക്ക് നിങ്ങൾ തയ്യൽ പഠിപ്പിക്കുക, തുന്നൽ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് സൂറത്തുന്നൂറും പഠിപ്പിച്ചു കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിരിക്കുന്നു എന്ന അർത്ഥം വരുന്ന ചില റിപ്പോർട്ടുകളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പണ്ഡിതന്മാർ, ഹദീസ് നിരൂപകന്മാർ അതങ്ങേയറ്റം ദുർബലമെന്ന് മാത്രമല്ല, മൗളൂഅ്, വ്യാജ നിർമ്മിതമായ വാക്കുകളാണത് എന്ന് തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഈ വ്യാജ നിർമ്മിതമായ പദങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതൊക്കെ സഹീഹാണ് എന്ന നിലക്ക് മുഖവിലക്കെടുത്തുകൊണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെയൊക്കെ നാടുകളിൽ പെൺകുട്ടികൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കൽ പാടില്ല എന്നുള്ള നിലക്കുള്ള പ്രചരണങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ബന്ധപ്പെട്ട ആളുകൾ പ്രമേയമായി തന്നെ പാസാക്കിയത്. ഇത് കേൾക്കുമ്പോൾ ന്യൂജന് ഒരുപക്ഷെ വിശ്വസിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ? പഴയ കാലത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ആധാരമാക്കിയത് ഈ പറയുന്ന വ്യാജ ഹദീസാണ്. നിങ്ങൾ അവർക്ക് എഴുത്ത് പഠിപ്പിക്കരുത്. അങ്ങനെ മണ്ണാർക്കാട് വെച്ച് പ്രമേയം പാസാക്കി. അതുപോലെ തന്നെ സ്ത്രീകളെ കയ്യെഴുത്ത് പഠിപ്പിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് അപകടങ്ങളാണ് സംഭവിക്കുക എന്ന് പരസ്യമായി തന്നെ എഴുതി. ആ കാലഘട്ടത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ അൽമനാറിൽ വളരെ കൃത്യമായി അതിനുള്ള തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ സ്ത്രീകൾ തന്നെ എഴുതേണ്ടി വന്നു. അതൊക്കെ നമ്മുടെ കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രം. ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല. മാത്രമല്ല, ഈ ശബ്ദം ശ്രവിക്കുന്ന കുറച്ചൊക്കെ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകും, പഴയ ആളുകൾ നമ്മുടെ നാട്ടിൽ സമസ്തക്കാരുടെ മദ്രസകളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ രീതികൾ ഉണ്ടായിരുന്നു. പൊതുപരീക്ഷ, സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പൊതുപരീക്ഷ 5ാം ക്ലാസ്സിലേക്കും 7ാം ക്ലാസ്സിലേക്കുമൊക്കെ നടക്കുമ്പോൾ 5ാം ക്ലാസ്സിലേക്കുള്ള പൊതുപരീക്ഷയിൽ തന്നെ എന്തു ചെയ്യും? ആൺകുട്ടികൾക്ക് മാത്രമായിരുന്നു എഴുത്ത് പരീക്ഷ. പെൺകുട്ടികൾക്ക് വാക്കാലുള്ള ചോദ്യോത്തരമായിരുന്നു നടന്നിരുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അതെന്താ പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കണ്ട?
ആൺകുട്ടികൾക്ക് എഴുത്ത് പരീക്ഷ, പെൺകുട്ടികൾക്ക് വാക്കാലുള്ള പരീക്ഷ. മാത്രമല്ല പഠനം കഴിഞ്ഞു പോകുമ്പോൾ അവർക്ക് സൂറത്തുന്നൂറിന്റെ പരിഭാഷകൾ അന്ന് കൊടുക്കാറുണ്ടായിരുന്നു. സൂറത്തുന്നൂർ പഠിപ്പിക്കണം എന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ അധ്യായത്തിന്റെ പ്രാധാന്യം അത് മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അവർക്ക് എഴുത്ത് പഠിപ്പിക്കരുത്, തുന്നൽ പഠിപ്പിച്ചാൽ മതി, സൂറത്തുന്നൂർ അവർക്ക് പഠിപ്പിക്കുക എന്നിങ്ങനെയുള്ളൊരു നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ അടിവരയിട്ട് പറയുന്നത്. എന്നാൽ സൂറത്തുന്നൂർ അവർക്ക് പഠിപ്പിക്കുക എന്നുള്ള ചില ആസറുകൾ, ചില നിർദ്ദേശങ്ങൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെയുള്ള ചില വാക്കുകൾ ഹദീസുകളായിക്കൊണ്ടല്ല, അവരുടെയൊക്കെ വാക്കുകളായിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. അതും എഴുത്തുമായിട്ട് ബന്ധമല്ല, കൈയെഴുത്തവരെ പഠിപ്പിക്കരുത് എന്നുള്ള കാര്യവുമായിട്ട് അതിന് ബന്ധമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് കൈയെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ലായിരുന്നു. അത് പ്രത്യേകം അവർക്ക് അതുകൊണ്ട് ഒരുപാട് പാപങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് ഈ കാലത്ത് സ്ത്രീ അക്ഷരവിദ്യ ഹറാമാവാനേ തരമുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ആ രൂപത്തിലൊക്കെയുള്ള ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിരുന്നു. ഇന്നിപ്പോൾ മാറ്റം വന്നു. ഇന്ന് അതിൻ്റെ ആളുകൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷേ ചരിത്രം നമ്മൾ മറക്കരുത്. ഇതൊക്കെ കേരളത്തിൽ കഴിഞ്ഞു കടന്നുപോയതാണ്. ഒരു കാലത്ത് പെൺകുട്ടികളെ കൈയെഴുത്ത് പഠിപ്പിക്കാം, അത് അനുവദനീയമാണ് ജനങ്ങളെ എന്ന് സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുകയും മാസികകളിൽ ലേഖനം എഴുതുകയും ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പുതിയ തലമുറ മനസ്സിലാക്കണം എന്ന നിലക്കാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നവരത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വേറെ വിഷയം. ഇന്നിപ്പോൾ ആരാണ് പെൺകുട്ടികൾ കൈയെഴുത്ത് പഠിപ്പിക്കാത്തവര്? മാത്രമല്ല കാലഘട്ടത്തിൽ കോഴിക്കോട് പന്നിയങ്കരയിൽ സുലൈഖ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയെ രവി എന്ന് പറയുന്ന ഒരു വ്യക്തി കുത്തിക്കൊലപ്പെടുത്തുകയുണ്ടായി പരസ്യമായി. ആ കാലഘട്ടത്തിൽ പറയപ്പെട്ട കഥ എന്തായിരുന്നു? സുലൈഖ രവിക്ക് പ്രേമലേഖനം എഴുതിയത് കൊണ്ടാണ് ആ പ്രണയവും അതുപോലെ തന്നെ കൊലപാതകത്തിലും കലാശിച്ചത് എന്ന നിലക്കുള്ള സംസാരങ്ങളൊന്നുണ്ടായി. കണ്ടില്ലേ, ഇതാണ് പെൺകുട്ടികൾ എഴുത്തു പഠിച്ചാലുള്ള അപകടം എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ അന്ന് നാടുകളിൽ ഉണ്ടായി. ബാലിശമല്ലേ അതൊക്കെ? അതാര് പഠിച്ചാലും ഉണ്ടാവില്ലേ? ആണ് പഠിച്ചാലും പെണ്ണ് പഠിച്ചാലും ഒക്കെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ആർക്കും ചെയ്തുകൂടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും എഴുത്തും വായനയും പഠിക്കുന്ന വിഷയത്തിൽ ആൺ പെൺ വേർതിരിവ് പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് സൂറത്തുന്നൂർ, അത് നമ്മുടെ സജീവമായ ശ്രദ്ധ പതിയേണ്ടുന്ന ഒരു അധ്യായമായിട്ട് നമ്മൾ പ്രത്യേകം കാണണം. ഈ ഒരു അവസ്ഥ സമൂഹത്തിൽ കൃത്യമായി തന്നെ ഉണ്ടായിത്തീരുന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് പ്രകാശം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാതെ നിലനിൽക്കാൻ നിരന്തരമായി നമ്മൾ അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുന്നൂർ, പ്രകാശം. അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ്. എല്ലാ അർത്ഥത്തിലും അവൻ പ്രകാശമാണ്. ആകാശഭൂമികളിൽ മുഴുവനും പ്രകാശം ചൊരിയുന്ന വിധത്തിൽ സൂര്യ ചന്ദ്ര നക്ഷത്രാദികളെ സൃഷ്ടിച്ചവൻ അവനാണ്. അങ്ങനെ ആ നിലക്കുള്ള ഭൗതികമായ പ്രകാശങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി മാനവകുലത്തെ മുഴുവനും അന്ധകാരങ്ങളിൽ നിന്ന് മിനല്ലുലുമാത്തി ഇലന്നൂർ, അന്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളുടെയും അത്തരത്തിലുള്ള ഇരുട്ടറകളിൽ നിന്ന് സത്യവിശ്വാസത്തിന്റെ നൂറിലേക്ക്, പ്രകാശത്തിലേക്ക് നയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം അവതരിപ്പിച്ചു, പരിശുദ്ധ ഖുർആൻ. അതിന്റെ ആധികാരികമായ വ്യാഖ്യാനം നിർവഹിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹീ നൽകിക്കൊണ്ട് അവിടുത്തെ തെരഞ്ഞെടുത്തു. അങ്ങനെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന മനുഷ്യന് ആത്മീയമായി അവന്റെ ഹൃദയത്തിൽ വെളിച്ചം നിറഞ്ഞു നിൽക്കുവാൻ ഉപയുക്തമായ നിലക്കുള്ള കൃത്യമായ കാര്യങ്ങളും അവൻ ചെയ്തു. ഇങ്ങനെ ഭൗതികവും ആത്മീയവുമായ നിലക്ക് പ്രകാശം കൃത്യമായി നമുക്ക് നൽകുന്ന ഏക സ്രോതസ് അത് അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാകുന്നു. അതുകൊണ്ടാണ്
റബ്ബിനോട് നമ്മൾ ആ നൂറ് അണയാതെ നമുക്ക് കിട്ടാൻ വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നത്. നിസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചില്ലേ, നമുക്കൊക്കെ പരിചയമുള്ള ഒരു പ്രാർത്ഥനയില്ലേ, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ലിസാനി നൂറാ വജഅൽ ഫീ സംഈ നൂറാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട്, അള്ളാഹുവേ എൻ്റെ ഹൃദയത്തിൽ പ്രകാശം തരണം, നാവിൽ തരണം, കണ്ണിൽ തരണം, കാതിൽ തരണം, അതുപോലെ തന്നെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും ഒക്കെ അള്ളാഹുവേ നീ എനിക്ക് പ്രകാശം തരണേ. അല്ലാഹുമ്മ അഅ്തിനി നൂറാ, എനിക്ക് പ്രകാശം തരണേ. പല റിപ്പോർട്ടുകളിലായിക്കൊണ്ട് ഈ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. യമീനിലൂടെ അൻ യമീനി നൂറ അൻ ശിമാലി നൂറ എന്നൊക്കെ നമുക്ക് പല റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബേ നീ എനിക്ക് നൂറ് തരണം, നിന്റെ പ്രകാശം തരണം, പ്രകാശം തരണം എന്നിങ്ങനെ അത്ര പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന മഹനീയമായ ഈ നൂറ്, അള്ളാഹിന്റെ ഗ്രന്ഥത്തെ തന്നെ പരിചയപ്പെടുത്തിയത് അത് നൂറാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിയിടത്തും അത് നൂറാണ്. നൂറ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്ന നിലക്കല്ല, അവിടുന്നും ജനങ്ങളെ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്കുള്ള പ്രകാശം കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി റബ്ബ് നിയോഗിച്ച് അറിയിച്ച് വഹി കൊടുത്തിട്ട് അയച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, നൂർ എന്നുള്ളത് എത്രത്തോളം മഹത്വമേറിയതാണ്, അത്രയും പ്രാധാന്യം അതിനുണ്ട്. ഇതിലെ ഓരോ വിധിവിലക്കുകളും അതാണ്. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാതിൻ ലഅല്ലകും തദക്കറൂൻ. അപ്പൊ തദക്കുറുണ്ടാകണമെങ്കിൽ, നമ്മൾ ഉറ്റാലോചിക്കണമെങ്കിൽ, ചിന്തിക്കണമെങ്കിൽ ഇത് കേവലം പാരായണം ചെയ്ത് മതിയാക്കിയത് കൊണ്ടാവില്ല. മറിച്ച് എന്തു ചെയ്യണം? നമ്മൾ കൃത്യമായി തന്നെ നമ്മൾ അതിൻ്റെ അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം. അർത്ഥവും ആശയവും കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. അതിലൂടെ നമുക്ക് കാര്യങ്ങൾ തദക്കുറുണ്ടാവുകയുള്ളൂ. ശരിക്ക് ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കുക. അള്ളാഹിന്റെ ഓരോ പദങ്ങളും എന്തുമാത്രം ആശയം നിറഞ്ഞതാണ്. ലഅല്ലക്കും തദക്കറൂന പറയുന്നത്, അവിടെ നമ്മൾ ആലോചിക്കണം, എനിക്ക് ഈ സ്വഭാവം ഉണ്ടോ, അതോ എൻ്റെ കേവലം ഓത്താണോ, കേവലം ഒരു പാരായണമാണോ, അതെൻ്റെ തൊണ്ടക്കുഴിവിട്ട് ഇറങ്ങുന്നുണ്ടോ, പാരായണം ചെയ്യുന്ന എൻ്റെ തൊണ്ടക്കുഴിവിട്ടത് താഴോട്ട് ഇറങ്ങുന്നുണ്ടോ, എൻ്റെ കൽബിനെ അത് സ്വാധീനിക്കുന്നുണ്ടോ, എൻ്റെ ജീവിതത്തിൽ അത് ഇടപെടുന്നുണ്ടോ, എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാറുണ്ടോ, അതിലെ ആശയങ്ങളെ ഗ്രഹിക്കുവാൻ എനിക്ക് സാധിക്കാറുണ്ടോ? ഇതൊക്കെ ഈ ആയത്തിന് പാരായണം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് കടന്നു വരണം. സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത്ത്. ബയ്യിനാത്ത് വളരെ സുവ്യക്തമാണ്. ഇതിൽ ആയത്തുകളെല്ലാം, ദൃഷ്ടാന്തങ്ങളെല്ലാം സുവ്യക്തമാണ്. നിയമങ്ങളൊക്കെ വളരെ കൃത്യമാണ്. അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം, ഉറ്റാലോചിക്കണം, അതിനെക്കുറിച്ച് ഗൗരവത്തോടുകൂടെ ഉൾക്കൊള്ളണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആയത്തിൽ തന്നെ പറഞ്ഞ് ഇനി രണ്ടാമത്തെ സൂക്തം മുതൽ ചില നിയമങ്ങൾ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ ഗ്രന്ഥത്തെ ആത്മാർത്ഥമായി സമീപിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവൻ നമ്മെ സ്നേഹിക്കുവോളം തൃപ്തിപ്പെടുവോളം ആ ഗ്രന്ഥവുമായി കൃത്യമായി തന്നെയുള്ള ഒരു ബന്ധം നിലനിർത്തുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പൊറുത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗികളായവർക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. ഈ മഹാവ്യാധിയെ ലോകത്ത് നിന്ന് എത്രയും വേഗം അള്ളാഹു അതിൽ നിന്ന് മോചിപ്പിച്ച് നമുക്കെല്ലാവർക്കും എല്ലായിടങ്ങളിലും സമാധാനവും ശാന്തിയും റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.